സാജു പോൾ മുൻ ശരിവെക്കുന്നു പെരുമ്പാവൂർ എന്ന എം എൽ എ കാര്യം നമുക്കൊപ്പം വ്യക്തമാക്കുന്ന ചേരുകയാണ്. ശ്രീ സാജു പോൾ, സംഭവം നടക്കുന്ന സമയത്ത് പെരുമ്പാവൂർ എം എൽ എ താങ്കളാണ്. എങ്ങനെ കാണുന്നു ഹൈക്കോടതിയുടെ ഈ ശിക്ഷാവിധി? ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ചത് വളരെയേറെ ആശ്വാസകരവും അങ്ങേയറ്റം സ്വാഗതാർഹവുമാണ്. നിശ്ചയമായിട്ടും പെരുമ്പാവൂര് പ്രിയപ്പെട്ട ജിഷയുടെ കൊലപാതകം, അതേ തുടർന്ന് ആ കുടുംബത്തിനുണ്ടായ വലിയ ദുരനുഭവങ്ങൾ, അതെല്ലാം വിലയിരുത്തിക്കൊണ്ട് മേലിൽ ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു ദുരവസ്ഥ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും മാതൃകാപരമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റെടുത്തതിന് ശേഷം ശരിയായ ദിശയിൽ നീങ്ങിയ അന്വേഷണത്തെ തുടർന്ന് കൃത്യമായി പ്രതിയെ കണ്ടെത്തുകയും ആ കേസിന്റെ അന്വേഷണ നടപടികൾ വളരെ ശാസ്ത്രീയമായി പൂർത്തീകരിച്ച് പ്രോസിക്യൂഷൻ ആ കാര്യങ്ങൾ കോടതിയിൽ സ്ഥിരീകരിച്ച് അങ്ങനെ ശിക്ഷ വിധിക്കുകയും തുടർന്ന് ഇപ്പോൾ ആ വധശിക്ഷ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തിരിക്കുകയാണ്. അത് ഏറ്റവും സ്വാഗതാർഹമാണ്, അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു വിധി തന്നെയാണ്. ഇതിൽ പിന്നെ മറ്റ് രീതിയിലുണ്ടായ വിവാദങ്ങളും അതേ തുടർന്നുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സംഭവവികാസങ്ങളും അതൊക്കെ അങ്ങനെ കഴിഞ്ഞുപോയി എന്നുള്ളതല്ലാതെ ഇനിയിപ്പോൾ മറ്റൊന്നും ആ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കാനില്ല. എന്തായാലും വസ്തുതകൾ ജനങ്ങൾക്കെല്ലാം ബോധ്യപ്പെട്ടു, സത്യം എന്തായാലും പുറത്തു വന്നു. അപ്പോൾ ആ കാര്യങ്ങളിൽ അതൊക്കെ കഴിഞ്ഞുപോയ സംഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഒരു ദുസ്വപ്നമായി ഭാവിയിൽ കണക്കാക്കാമെന്നല്ലാതെ മറ്റൊന്നും ആ കാര്യത്തിൽ എനിക്ക് പറയാനില്ല. താങ്കൾ രാഷ്ട്രീയമായി ഏറെ വേട്ടയാടപ്പെട്ടു തെറ്റായ കാരണത്തിന്റെ പേരിൽ എന്ന് തോന്നുന്നുണ്ട്. അതൊക്കെ താൽക്കാലികമായ ചില തെറ്റിദ്ധാരണകൾ. ഇപ്പൊ എന്നെ വളരെ അടുത്തറിയുന്ന എന്റെ നാട്ടുകാരായ ആളുകൾക്കുൾപ്പെടെ ഈ കേസിനെ തുടർന്ന് ആ മാതാവിൽ നിന്നുണ്ടായ ചില പ്രതികരണങ്ങൾ, അതൊക്കെ ആ കാലത്ത് ഒരു പക്ഷേ എന്റെ എതിർ സ്ഥാനാർത്ഥികളിൽ ഒരാളുടെ അനുയായികൾ സാജു പോളെ കൊലയാളി എന്ന് പറഞ്ഞു വരെ മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് ഞാൻ നേരിട്ട് കേട്ടതാണ്. അപ്പോ ഇന്നുവരെ ഒരു കോഴിയെ പോലും കൊല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോ അങ്ങനെയുള്ള എന്നെ ഒരു കൊലപാതകയാക്കി ചിത്രീകരിച്ച് തെരഞ്ഞെടുപ്പിൽ താൽക്കാലികമായ ചില നേട്ടങ്ങൾ അന്ന് ചില ആളുകൾക്ക് ഉണ്ടായെങ്കിൽ കൂടി അതിന്റെ എല്ലാം വസ്തുതകളും ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ട ശേഷം പെരുമ്പാവൂർ മണ്ഡലത്തിന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇപ്പൊ എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ അതിലൊന്നും ഇനിയിപ്പോ വ്യക്തിപരമായി അതില് വേറെ ഏതെങ്കിലും തരത്തിൽ ഞാനതൊന്നും അതൊക്കെ രാഷ്ട്രീയത്തിൽ അങ്ങനെയുള്ള ഉയർച്ച താഴ്ചകളും തിരിച്ചടികളും അതുപോലെ മുന്നേറ്റങ്ങളും എല്ലാം രാഷ്ട്രീയത്തിൽ മാത്രമല്ല ജീവിതത്തിലും മറ്റ് വ്യവസായ സംരംഭകർക്കും ഒക്കെ അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെയൊക്കെ നമ്മൾ മനക്കരുത്തോടു കൂടി അതിജീവിക്കുക, മറികടക്കുക, നേരിടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയണത്. അത് ആ രീതിയിൽ അങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, വളരെ നന്ദി. ശ്രീ സാജു പോൾ, പെരുമ്പാവൂർ മുൻ എം എൽ എ ആണ് പ്രതികരിച്ചിരിക്കുന്നത്. വിധിയിൽ സന്തോഷമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നത്. രാഷ്ട്രീയ വിവാദങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനല്ലാതെല്ലാം അടഞ്ഞ അധ്യായമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്യാം ദേവരാജ്.